പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഒരു ക്ഷമാപണത്തോടെ നമുക്ക് ചടങ്ങുകൾ തുടങ്ങാം. വല്ലാണ്ടൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി ഞാൻ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേറൊരു വഴിയെടുത്തപ്പോൾ അതിലും വലിയ ട്രാഫിക് ബ്ലോക്കിലായി. എന്തായാലും വരാൻ കഴിഞ്ഞു. ഒരു മണിക്കൂറോളം താമസിച്ചു. അതിലുള്ളൊരു ക്ഷമാപണത്തോടുകൂടി നമുക്ക് സംസാരിക്കാം. ഞാനൊരു പ്രസംഗമൊന്നും നടത്തുകയല്ല, നിങ്ങളോട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ സംഘടന എങ്ങനെയാണ് ഉണ്ടായത്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ നമ്മൾ ഓർക്കണം. അങ്ങനെയാണല്ലോ കഴിഞ്ഞ കാലത്ത് നമ്മളെ സഹായിച്ച, നമ്മളോടൊപ്പം നിന്ന് ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് തുടങ്ങാം. ഒരു പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേരുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വച്ചിട്ടാണ് പറയുന്നത്. അതിലാദ്യം ആയിട്ട് പറയേണ്ടത്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ നടുവിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഞാനുണ്ട് ഏട്ടാ കൂടെ എന്ന് 1000 പേർ ഒന്നിച്ച് പറയുമ്പോൾ കിട്ടുന്ന ആഹ്ലാദവും അതൊരു ആത്മവിശ്വാസവും മറ്റൊന്നിനും പകർന്നു തരാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ എന്ന സൗഹൃദ കൂട്ടായ്മയുടെ 25ാം വാർഷികത്തിൽ ഇന്നിവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പകർന്നു നൽകുന്ന സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ എത്ര ധന്യമാണ് എൻ്റെ ജന്മം എന്നോർത്തു പോവുകയാണ്. നേരിൽ കാണുമ്പോൾ ഒന്നിച്ചു നിന്നൊരു ഫോട്ടോയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളൊന്നും ആവശ്യപ്പെടാറില്ല. സ്നേഹമല്ലാതെ മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഒരു നടനെന്ന നിലയിൽ ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? കഴിഞ്ഞ 43 മലയാളികളുടെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരു സ്ഥാനം നേടാനായത് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മതിലുകളിൽ പതിച്ച പോസ്റ്ററിനേക്കാൾ എത്രയോ വലുതാണ് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞേറ്റം ചെയ്യുന്നത്. നിങ്ങളുടെ ലാലേട്ടന എന്നെ നെഞ്ചോട് ചേർത്ത് ഭവിക്കുന്ന സന്തോഷവും സുരക്ഷിതാബോധവും ഏതൊരു അവാർഡിനേക്കാളും വലുതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ടുള്ള എൻ്റെ യാത്രയുടെ ശക്തിയും ഊർജവും പ്രിയപ്പെട്ടവരായ നിങ്ങൾ പകർന്നു നൽകുന്ന അളവറ്റ സ്നേഹവും കരുതലും തന്നെയാണ്. ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തിരക്കഥയിൽ എന്ന പോലെ ഉറച്ചൊരു വാചകമുണ്ട്: എനിക്ക് എൻ്റെ പിള്ളേരുണ്ടടാ. ഈ വർഷത്തിൽ എൻ്റെ മനസ്സ് കുറച്ച് പിന്നോട്ട് പോവുകയാണ്. 1984-85 കാലഘട്ടം. ഒരു വില്ലനായി തുടങ്ങി വെള്ളിത്തിരയിൽ നായകനായി കുറേയേറെ ചിത്രങ്ങൾ ചെയ്ത് കാലുറപ്പിച്ച ഒരു കാലമാണത്. ശ്രീകൃഷ്ണ പരുന്ത്, അഴിയാത്ത ബന്ധങ്ങൾ, 1 മുതൽ 0 വരെ, അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത ആ കാലത്താണ് തിരുവനന്തപുരത്തെ രാജാജി നഗർ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, രാജാജി നഗർ നിവാസിയായ ഒരു വിജയൻ, മിസ്റ്റർ വിജയൻ. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. പിന്നെ സുരേന്ദ്രൻ, ജയൻ, ആ സഹോദരന്മാർ ഇന്ന് നമ്മളോടൊപ്പമില്ല. പിന്നെ CITVയിലെ സുനിൽ തുടങ്ങി കുറച്ച് കൂട്ടുകാർ ചേർന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നത്. അതുപോലെ അന്ന്
തിരുവനന്തപുരത്തെ ചാല, ഈസ്റ്റ് ഫോർട്ട്, ആറ്റുകാൽ, തമ്പാനൂർ തുടങ്ങി പലയിടങ്ങളിലും എന്നെ സ്നേഹിക്കുന്ന ചെറുതും വലുതുമായ കൂട്ടായ്മകൾ, യൂണിറ്റുകൾ തുടങ്ങുന്നു. ചുറ്റും പടരുന്ന സ്നേഹവലയമാണ് ഒരു സിനിമാ താരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ പലതും തുടങ്ങിയത്. സ്നേഹിക്കാൻ എന്തിനാ ലാലേട്ട സമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് മുന്നിൽ മറുത്തൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന നിബന്ധന മാത്രം ഞാൻ പങ്കുവച്ചു. അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് 1998 സെപ്റ്റംബർ 2 ചാക്ക കെയർ ഹോമിൽ വെച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട ഞാൻ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂട്ടിക്കായിരുന്നു. എൻ്റെ സഹോദര തുല്യനായ ഇച്ചാക്കയോടുള്ള സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്നു. വർഷങ്ങളായി തുടരുന്ന ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എൻ്റെ സിനിമാ യാത്രയിലും എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്. ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് വളരാൻ കഴിയുന്നതാണല്ലോ സ്നേഹബന്ധത്തിൻ്റെ ശക്തി. എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം 25 വർഷവും കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുത്വമായിട്ട് കാണുന്നു. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഈ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി എനിക്ക് നൽകുന്നു. കേവലം ആരാധനയും ആർപ്പ് വിളികളും ആവരുത്. അതിനപ്പുറം സഹജീവികൾക്ക് താങ്ങും തണലും നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ ആവണം എന്ന എൻ്റെ എളിയ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് എണ്ണമറ്റ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ 100 കണക്കിന് സഹോദരങ്ങൾക്ക് നമുക്ക് അഭിമാനം പകരുന്ന കാര്യമാണ്. അർഹരായ ഒട്ടനവധി വീട് വെച്ച് നൽകിയും നിർധനരായ ഒട്ടനവധി പേർക്ക് സഹായം നൽകിയും കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തും എൻ്റെ എല്ലാ ജന്മദിനത്തിലും രക്തദാനം ചെയ്തും അശരണർക്ക് സഹായവുമായി ഓടിച്ചെന്നും സമൂഹത്തിന് മാതൃകയാവുന്ന ഉത്തരവാദിത്തമായി ഈ അസോസിയേഷൻ മാറിയിരിക്കുന്നത് മതിയായ അഭിമാനമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കേരളത്തിൽ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിക്കുന്നതിനോടൊപ്പം ഇന്ത്യക്ക് പുറത്തുള്ള ലാൽക്കേഴ്സിനെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ വേൾഡ് വൈഡ് മോഹൻലാൽ ഫാൻസും ലാൽക്കേഴ്സും ചേർന്ന് നടത്തുന്നുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. സ്നേഹിക്കാൻ എന്തിനാ ലാലേട്ട സമ്മതം എന്ന് അന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന് സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിൽ എന്തിനാ ലാലേട്ട മടി എന്ന് ചോദിക്കുമ്പോൾ ഹൃദയത്തിൽ നിറയുന്ന വികാരം, അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എനിക്കറിയില്ല. ഒരുപാട് നന്ദി. നന്മ പകർന്ന് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്ന് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോവുക. ഒരു കൂട്ടുകാരനായി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഓരോ വീടിനും, നിങ്ങൾ കൊടുക്കുന്ന ഓരോ തുള്ളി രക്തത്തിലും അദൃശ്യമായി എൻ്റെ സ്നേഹത്തിൻ്റെ, എൻ്റെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നീട്ടുന്ന ഓരോ സഹായ ഹസ്തത്തിലും എൻ്റെ സ്നേഹത്തിൻ്റെ ചൂടുണ്ട്. ഇരുട്ടിൽ നിന്ന് തിരശ്ശീലയിലേക്ക് വീഴുന്ന വെളിച്ചമാണ് സിനിമ. ആ സിനിമയുടെ ഭാഗമായ എനിക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾ കൈപിടിച്ചുയർത്തുന്ന ജീവിതങ്ങളുടെയും ഒരു ഭാഗമാകാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു.
ഈ സംഘടനയുടെ ഭാഗമായി ഇതുവരെ പ്രവർത്തിച്ച സ്നേഹത്തോടെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ശ്രീ വിമൽകുമാർ. വിമൽകുമാർ ഈ സംഘടന 25 വർഷം മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ശാരീരികമായ ചില അസ്വസ്ഥതകൾ അദ്ദേഹത്തിനുണ്ട്. പലതരം സ്വഭാവങ്ങളുള്ള ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഈ സംഘടനയെ 25 വർഷം മുന്നിൽ നിന്ന് നയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സംഘടനയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനായി വിമൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികളെടുത്ത പ്രയത്നങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. തീർച്ചയായും അതിൻ്റെ എല്ലാ വശങ്ങളും ആൻ്റണിക്കും എനിക്കും നന്നായിട്ടറിയാം. യാത്രയിൽ എനിക്കും ആൻ്റണിക്കും വിമലിനോടുള്ള സൗഹൃദം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ഈ സൗഹൃദം എന്നും ശക്തിയായി തന്നെ മുന്നോട്ട് പോകുന്നു. എക്കാലവും നമ്മളോടും വിമലിനോടും ചേർന്ന് നിന്ന രാജീവ്, സാജൻ ബിനു, രാജീവ് പാലസ് പത്തനംതിട്ട, വർക്കി കോട്ടയം, വൈശാഖ് ബൽറാം എറണാകുളം, അബ്ദുൾ റഹ്മാൻ പാലക്കാട്, ബിജു, ഷിബിൻ തൃശ്ശൂർ, ശശി പട്ടാമ്പി, രാജൻ മലപ്പുറം, അശോകൻ കാസർഗോഡ് തുടങ്ങി ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു, അവരോടുള്ള എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നു. ഇതുകൂടാതെ ഈ സംഘടനയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് പേരുണ്ട്. അതിൽ സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുക്കളുണ്ട്. അവരിൽ പലരും ഇതിലെ അംഗങ്ങളും രക്ഷാധികാരികളുമാണ്. അവരിൽ ഓരോരുത്തരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. മത്സര ബുദ്ധിക്ക് ഉപരിയായി ശക്തമായ സൗഹൃദത്തിൻ്റെ അടിത്തറയാണ് ഈ സംഘടനയുടെ കരുത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുത്ത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക, ഈ യാത്ര അത്ര എളുപ്പമല്ല എന്നെനിക്കറിയാം, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരുടെയും നിസ്വാർത്ഥ സേവനം കൊണ്ട് ഈ യാത്ര എളുപ്പം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത് മാത്രമാണ്, സ്നേഹബന്ധങ്ങൾ കൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ വിമൽകുമാറിന് കഴിഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും പരസ്പര സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് ഈ സംഘടന കാലങ്ങളോളം മുന്നോട്ട് നയിക്കാൻ കഴിയണം. നമ്മിൽ നിലനിൽക്കൂ, എങ്കിലേ ആ സ്നേഹം സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പകർന്നു നൽകാൻ സാധിക്കും. കൂട്ടുകാരെ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോകട്ടെ. സിനിമയ്ക്ക് ഉപരിയായി എണ്ണമറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഒട്ടേറെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങും തണലുമായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എവിടെ ഇരുന്നാലും നിങ്ങളോട് ഒപ്പം ലാലേട്ടനായി ഞാൻ ഉണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ചുറ്റും നിങ്ങളുള്ളപ്പോൾ എനിക്ക് വേറെന്താ വേണ്ടത്? നന്മകൾ മാത്രം ഉണ്ടാകട്ടെ. കൂട്ടുകാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അവസരത്തിൽ കുറച്ച് പേരെ ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ പുതിയ ഭാരവാഹികളാണ്. തിരുവനന്തപുരത്തിൻ്റെ പ്രസിഡൻ്റായ ഷിബു ശശി, സെക്രട്ടറി വൈശാഖ്, അതുപോലെ കൊല്ലം പ്രസിഡന്റ് സനോഫ്, സെക്രട്ടറി ഹരി, പത്തനംതിട്ട പ്രസിഡന്റ് ജോർജി ജോർജ്, സെക്രട്ടറി സന്ദീപ്, ആലപ്പുഴ പ്രസിഡന്റ് പ്രത്യാഷ്, സെക്രട്ടറി ബിനു, കോട്ടയം പ്രസിഡന്റ് നോയൽ നോബൽ, സെക്രട്ടറി റോബിൻ ജോസഫ് ജോൺ, ഇടുക്കി പ്രസിഡന്റ് മുഹമ്മദ് ഷാജി, സെക്രട്ടറി ജിൻസ് തൊടുപുഴ, എറണാകുളം പ്രസിഡന്റ് വൈശാഖ്, സെക്രട്ടറി ജോയൽ, തൃശ്ശൂർ പ്രസിഡന്റ് ബിജു, സെക്രട്ടറി അഭി, പാലക്കാട് പ്രസിഡന്റ്
Abdul Rahman, Secretary Saju Jain, Malappuram President Dilip Mohan, Secretary Vipin Bhaskar, Kozhikode President Tindu Matthew, Secretary Sugeet, Wayanad President Hari, Secretary Arun Vincent, Kannur President Karthik, Secretary Aaron, Kasaragod President Rajesh, Secretary Mahesh. പ്രത്യേകിച്ച് സ്റ്റേറ്റ് പ്രസിഡന്റ് ഷിബിൻ വിയസ്, ജനറൽ സെക്രട്ടറി ജിതിൻ ശശിധർ, ഇവരോടുള്ള സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഒരുപാട് സ്നേഹവും അതിലേറെ സന്തോഷവും പ്രതീക്ഷയും ഉൾക്കൊള്ളുന്നൊരു സമയമാണ്. ഇവിടെ എത്തിച്ചേർന്ന മീഡിയ ആൾക്കാർക്കൊക്കെ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ഒരു കൂട്ടായ്മ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി പറയുന്നു, സിനിമ മാത്രമല്ല, സിനിമയിലുള്ള കാര്യങ്ങളിരിക്കട്ടെ, അതിലുപരി നമുക്ക് ഒരുപാട് നന്മകൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ആവശ്യഘട്ടത്തിലൊരു സഹായം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമാകുന്ന ഘട്ടം വരുമ്പോൾ മറ്റുള്ളവർ സഹായിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇവിടെ വന്നതിൽ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഞാൻ നന്ദി പറയുന്നു. വരാൻ സാധിക്കാത്തവർക്കും വരാൻ ആഗ്രഹിച്ചവർക്കും ഇനി വരാൻ പോകുന്നവർക്കും നന്ദി, നന്ദി, നന്ദി. താങ്ക് യു. ജയ് ഹിന്ദ്.